വെൽക്കം ബാക്ക് ടു സാൻവീസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കാം. നമ്മൾ പല വെറൈറ്റി കേക്ക്സും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ സ്പൈസി ആയിട്ടുള്ള കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. ഒരു മിക്സി ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണിത്. റെസിപ്പി നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മിക്സിയുടെ വലിയ ജാർ തന്നെ എടുക്കണം. നമ്മൾ കേക്കിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഓയിൽ ചേർക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇനി ഈ മിക്സിയുടെ ജാറിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്കൊരു അരിപ്പ വെക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർക്കുക. മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അളന്നാലും മതി. 1 ഗ്ലാസ് അളവിൽ മൈദ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുക. ഇതിനകത്തുനിന്ന് തന്നെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇത് അരിപ്പയിൽ കൂടെ കറക്റ്റായിട്ട് വീണോളും. നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടി ചേർത്താലും മതി. ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇഡ്ലി മാവിൻ്റെ അത്രയും കട്ടി വേണ്ട. ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഈ കൂട്ടുണ്ടാവേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 സവോള അരിഞ്ഞ് ചേർക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞ് ചേർക്കണം. സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത്, കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി നമ്മൾ കേക്കിൻ്റെ കൂട്ടിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് എല്ല് മാറ്റി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർക്കാം. ഇത് ഏകദേശം 1/4 കിലോ അളവിലുണ്ടാവും. ഒരു 5-6 പീസ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ അകത്ത് നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഒന്നും കഴിക്കില്ലല്ലോ. കഷ്ണങ്ങൾ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ആ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി ചേർത്താലും മതി. ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കേക്കിൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു സോസ് പാൻ വെക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുക. അതൊന്ന് ചുറ്റിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ പകുതി ചേർക്കുക. പകുതി ചേർത്താൽ മതി. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർക്കുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ചേർക്കുക. ഇത് ഞാൻ വലിയ സോസ് പാനാണ് വെച്ചിട്ടുള്ളത്. ചെറിയ സോസ് പാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ചായയൊക്കെ വെക്കുന്ന പാത്രം പോലത്തെ അളവിലുള്ള നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല വീതിയിൽ കേക്കിൻ്റെ ഒരു പാകത്തിന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മസാല മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് കവർ ചെയ്യുന്ന വിധത്തിൽ ബാക്കിയുള്ള കൂട്ടുകൂടി ഇതിലേക്ക് ചേർക്കണം. നമ്മൾ ബാക്കിയുള്ള കേക്കിൻ്റെ കൂട്ടുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തി ലെവൽ ചെയ്താൽ മതി. ഒരു സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇനി നമ്മുടെ ഫ്ലെയിം ലോയിലാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേക്ക് റെഡിയാവും. 30 മിനിറ്റ് നേരം ഈ മൂടി തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കിയാൽ മതി. ഒരു കത്തി വെച്ച് ഇതുപോലെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ കത്തിയിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ വലിയ സോസ് പാനിൽ ഉണ്ടാക്കിയോണ്ടാണ് ഷേപ്പ് അത്ര നന്നാവാത്തത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കേക്ക് സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഉറപ്പായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു കേക്കാണിത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇത് അടിപൊളി ടേസ്റ്റ് ആണല്ലോ അമ്മേ.